നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റിന്യൂവബിൾ എനർജി സോഴ്സസ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 5 ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിനകത്തൊന്ന് കയറി നോക്കുക, എന്തെങ്കിലും പോസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്നത്. അത് വായിച്ചിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ഇനി അതിന് വേണ്ടിയിട്ടൊരു പഠിക്കാനിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ലിമിറ്റഡ് ടൈം അല്ല ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആരാണ്? സൂര്യനാണ്, അല്ലേ? ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. നമ്മുടെ ഊർജങ്ങളെ, ഭൂമിയിലുള്ള ഊർജങ്ങളെ നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് റിന്യൂവബിൾ അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെന്നും, രണ്ട് നോൺ റിന്യൂവബിൾ അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നുമാണ് അതിനെ പറയുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നോൺ റിന്യൂവബിൾ അഥവാ കൺവെൻഷണൽ അഥവാ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയിട്ടാണ്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയെ വിളിക്കുന്ന പേരാണ്, അല്ലെ? അതായത് പ്രകൃതിയിൽ ഉണ്ടായിരുന്നു, മീൻസ് ഉണ്ട്, പക്ഷെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു പോകും, പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നീട് അത് ഉടനെ ഒന്നും കിട്ടാത്തതിനെയാണ് നമ്മൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ് അഥവാ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരാണത്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണത് പെട്രോളിയം, അല്ലെ? പെട്രോളിയം, കൽക്കരി, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയ്ക്ക് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി. എന്താണ് വിളിക്കുന്നത്? ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് മീനിങ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ അല്ലെങ്കിൽ കൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ റിന്യൂവബിളിന്റെ മറ്റൊരു പേരാണ് ഹരിത ഊർജം അഥവാ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി. പിടികിട്ടിയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇക്കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്? പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നത്. ജൈവ അവശിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൃഗങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് കീടങ്ങളും അങ്ങനെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായി വർഷങ്ങളായിട്ട് കിടന്നിട്ടുണ്ടാവുന്നതാണ് പെട്രോളിയം. എങ്കിൽ ചെടികളൊക്കെ ജീർണിച്ചിട്ടുണ്ടാകുന്നതാണ് എന്ത്? കൽക്കരി എന്ന് പറയുന്നത്. ഇവയൊക്കെ കൂട്ടത്തിൽ ചേർന്ന് പറയുന്ന ഒരു പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ അഥവാ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയട്ടെ, ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ കുറേയൊക്കെ ധാരണകളുണ്ട്. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇത് രണ്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ വരും. നമുക്ക് ഗ്രീൻ എനർജിയെ പറ്റിയിട്ട് കുറച്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് പഠിക്കാനുണ്ട്, വന്ന ആ ഒരു വഴി പഠിക്കാനുണ്ട്. അത് ഞാൻ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു പോകാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അവൈലബിൾ ആയതുകൊണ്ട് ബേസിക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? തുടങ്ങാം. രണ്ടാമത്തെ ആൾക്കാരാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ നോൺ കൺവെൻഷണൽ അഥവാ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, ഒരിക്കലും തീർന്നു പോകാത്തതാണ് എന്ത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഫോർ എക്സാമ്പിൾ സൗരോർജ്ജം, അല്ലെ? സോളാർ എനർജി എന്ന് പറയുന്നത്. സൂര്യന്റെ എനർജി ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തീർന്നു പോകില്ലല്ലോ. തിരമാലയിൽ നിന്നുള്ള എനർജി തീർന്നു പോകുമോ? കാറ്റിൽ നിന്നുണ്ടാകുന്ന എനർജി തീർന്നു പോകുന്നില്ല. ജിയോ തെർമൽ എനർജി, ഭൂമിയുടെ അടിയിൽ നിന്ന് പോകുന്നതനുസരിച്ച് ടർബൈൻ കറക്കി ഉണ്ടാക്കുന്ന ജിയോ തെർമൽ എനർജി തീർന്നു പോകുന്നില്ല. അപ്പൊ പിന്നീട് എപ്പോഴും നമുക്ക് ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത തരത്തിലുള്ള എനർജി റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ എന്ത് വിളിക്കും? റിന്യൂവബിൾ എന്നും അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എന്നും വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കേണ്ട ഒരു പോയിന്റ് ബ്രൗൺ എനർജി. ഇവിടെ നമ്മൾ പറഞ്ഞു ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആണെന്ന് പറഞ്ഞു. എന്നാൽ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രൗൺ എനർജി. പെട്രോളിയം, കൽക്കരി എന്ന് വിളിക്കുന്നതാണ് ബ്രൗൺ എനർജി. അപ്പം ഗ്രീൻ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ, എന്നാൽ പെട്രോളിയം, കൽക്കരിയെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരാണ് ബ്രൗൺ എനർജി. ഇതാണ് ബ്രൗൺ എനർജി. അതും കൂടി ഈ കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്തിട്ടോളാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ നേരെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പോകുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് മാത്രം, ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് മാത്രം ഞാനിവിടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അല്ലാത്തതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുക. നോക്കാം. 1970-ലാണ്
നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയിൽ ഒരു ക്രൈസിസ് വരുന്നു. എന്ത്? എനർജി ക്രൈസിസ് വരുന്നു. ഊർജത്തിന് ഒരുപാട് ലഭ്യതയില്ലായ്മ വന്നു. അങ്ങനെ 1970 വന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഒരു കമ്മീഷനെ വെക്കാനായിട്ട് തീരുമാനിച്ചു. ആ കമ്മീഷന്റെ പേരായിരുന്നു കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. എന്താണ്? കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. അതിനെ CASC എന്ന് വിളിക്കും. അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി 1981 മാർച്ചിൽ നിലവിൽ വരുന്നത്. പിടികിട്ടിയല്ലോ. 1970 ഇന്ത്യയിൽ വലിയൊരു എനർജി ക്രൈസിസ് വന്നു. അങ്ങനെ ഗവൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലായിട്ട് പുതിയൊരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷന്റെ പേരായിരുന്നു കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. 1981 മാർച്ചിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ നിയമിച്ച കമ്മീഷൻ. ഉറപ്പാണല്ലോ? ഉറപ്പിച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ്, എന്താണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി? നിയമിച്ചു, കമ്മീഷനെ നിയമിച്ചു. കമ്മീഷന്റെ ജോലികൾ എന്തൊക്കെയായിരുന്നു? ഒന്നെന്തായിരിക്കും? പോളിസീസ് അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. എന്തിനു വേണ്ടിയിട്ടുള്ള പോളിസീസ്? ദെയർ ഇംപ്ലിമെന്റേഷൻ, ക്രിയേഷൻ ഓഫ് പ്രോഗ്രാം ഫോർ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ പുതിയ പുതിയ എനർജിയെ പറ്റിയിട്ട് പഠിക്കുക. അതിനെ എങ്ങനെ പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താം. അപ്പം ഓൾറെഡി നമ്മുടെ കയ്യിൽ റിന്യൂവബിൾ എനർജീസ് ഒത്തിരി ഉണ്ട് ഭൂമിയിൽ. ആ ഭൂമിയിലുള്ള റിന്യൂവബിൾ എനർജീസിനെ എങ്ങനെയൊക്കെ നമുക്ക് എനർജി ആയിട്ട് മാറ്റാം? തീർന്നു പോകത്തില്ലല്ലോ. അപ്പം അതിനെയൊക്കെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള എനർജി റിസോഴ്സസ് ആയിട്ട് ഇന്ത്യയിലേക്ക് മാറ്റാം എന്നായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പം 1981 മാർച്ചിലാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? റിന്യൂവബിൾ അല്ലെങ്കിൽ ന്യൂ എനർജി റിസോഴ്സസിൽ നിന്നും എങ്ങനെ ഇന്ത്യയിൽ പുതിയ പുതിയ എനർജി സോഴ്സസ് കണ്ടെത്താം എന്നുള്ളതായിരുന്നു അവരുടെ ജോലി. സെക്കൻഡ് പോയിന്റ് നോക്കാം. 1982 81 കമ്മീഷൻ വന്നു. 82 ആയപ്പോഴേക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ക്രിയേറ്റഡ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എനർജി. എനർജി മിനിസ്ട്രിയുടെ കീഴിൽ 1982 ഒരു ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നു. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്തായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് അല്ലെങ്കിൽ സോഴ്സസ്. നോൺ കൺവെൻഷണൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വെച്ചിട്ട് പുതിയ പുതിയ എനർജി റിസോഴ്സസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെ അണ്ടറിൽ വരുന്നു? മിനിസ്ട്രി ഓഫ് എനർജിയുടെ അണ്ടറിൽ 1982 നിലവിൽ വന്നു. ഇതുവരെ ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. 87 ആയപ്പോഴേക്കും 81, 82, ഇനി 87 ആണ്. ഇന്ത്യ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി വന്നു. എന്താണ് വന്നത്? ഇന്ത്യ റിന്യൂവബിൾ ഡെവലപ്മെന്റ് ഏജൻസി എസ്റ്റാബ്ലിഷ് ആയ വർഷം 1987 ഓക്കെ ആണല്ലോ. 1987 നിലവിൽ വന്നു. ശേഷം DNES ഉണ്ടല്ലോ. എന്താ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഇൻകോപ്പറേറ്റഡ് ഇൻ കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. ഇത് രണ്ടും കൂടി ഇൻകോപ്പറേറ്റഡ് ആക്കി മാറ്റി. അപ്പൊ ആദ്യം വന്നത് കമ്മീഷനാണ്. രണ്ടാമത് വന്നത് എന്താണ്? 82 ഒരു നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ വരുന്നു. അതിനുശേഷം 87 ആയപ്പോഴത്തേക്കും ഇന്ത്യ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി വന്നു. ശേഷം DNESഉം CASCയും കൂടെ ഇൻകോപ്പറേറ്റഡ് ആക്കി. ഇതുവരെ ഡൗട്ട് ഇല്ലല്ലോ. ബാക്കി ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ആയപ്പോഴേക്കും ഒരു മിനിസ്ട്രി നിലവിൽ വന്നു. മിനിസ്ട്രിയുടെ പേര് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു മിനിസ്ട്രി വന്നു. മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി നിലവിൽ വരുന്നു 1992. എന്നാൽ ഇത് 2006 ആയപ്പോഴത്തേക്ക് ഇതിന്റെ പേരങ്ങ് മാറ്റി. ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നാക്കി മാറ്റിയത് 2006. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പേരെന്താണ്? 2006 ഇപ്പോഴത്തെ പേര് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നാക്കി മാറ്റിയത് 2006. ആരെ? മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജിയെ. അത് എന്തിന്റെ അണ്ടറിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് പവറിന്റെ അണ്ടറിലാണിത് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇപ്പോഴത്തെ മന്ത്രിയുടെ പേരൊന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ഹാവ് എ മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി. ആ പോയിന്റ് പഠിച്ചു വെച്ചേക്കാം. ഒരു റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റിയിട്ടും മിനിസ്ട്രിയെ പറ്റിയിട്ടും പഠിക്കാനുള്ളത്. ഒരിക്കലും ഇത് ഒഴിവാക്കി കളയരുത്. ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള സ്കീംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അലയൻസുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഒന്നാമത് ഈ കൂട്ടത്തിൽ പഠിക്കേണ്ടത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ്.
അത് എന്നാണ് ഒപ്പിട്ടതെന്നും അത് ഏത് കോൺഫറൻസിലായിരുന്നു എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും അതായത് നരേന്ദ്രമോദിയും ഫ്രാൻസിന്റെ പ്രസിഡന്റും ചേർന്നിട്ടാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സോളാർ അലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം സോളാർ എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫറൻസ് ഓഫ് പാർട്ടി 21, ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടിട്ടില്ലാത്തൊരു കാണാം. 21ാമത് COP സമ്മേളനം, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടിയിലെ 2015 ഇന്റർനാഷണൽ സോളാർ അലയൻസിനകത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒപ്പുവെക്കുന്നത്. അപ്പൊ ആരുടെ കൂട്ടത്തിൽ ചേർന്നായിരുന്നു? ഫ്രാൻസിലെ പ്രസിഡന്റുമായിട്ട് ചേർന്നിട്ടാണ്. ഇനി നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നതും നമ്മുടെ രാജ്യത്തെ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. അത് ലോഞ്ച് ചെയ്ത ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പ്രൊഡക്ഷനകത്ത് മുന്നിലേക്ക് വരിക, അല്ലെ, നല്ലൊരു ലീഡർ ക്വാളിറ്റിയോട് കൂടി ഇന്ത്യയെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള മിഷനോട് കൂടി തുടങ്ങിയാണ് നാഷണൽ സോളാർ മിഷൻ. അതുപോലെ കിസാൻ ഊർജ്ജ സുരക്ഷ ഏവം മുധൻ മഹാഭിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് മാക്സിമം സോളാർ എനർജിയെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കിസാൻ ഊർജ്ജ സുരക്ഷ ഏവം ഉദ്ധൻ മഹാഭിയാൻ എന്ന് പറയുന്നത്. ഇതുകൂടെ ഒന്ന് നോക്കി വെക്കുക. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പഴയ ക്ലാസ്സിലൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഉജ്ജ്വല എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ നേരത്തെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ട് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമുക്കിനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുകൂടെ പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഈ ഭാഗത്തു നിന്നും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല, എത്ര സമയമില്ലെങ്കിലും അതുകൊണ്ടാണ് ഇത് എഴുതിയിട്ടിരിക്കുന്നത്. പറഞ്ഞുതരാം. കൽക്കരിയെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ്, ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ആളാണ് കൽക്കരി അഥവാ കോൾ എന്ന് പറയുന്നത് ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് ആണ്, കാർബൺ ആണ് കൽക്കരിക്കകത്തെ പ്രധാന ഘടകം. കോളിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ ആണ്, എല്ലാവർക്കും അറിയാം. പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് എന്നിവ കാർബണിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ കോളിനെ തരംതിരിച്ചിരിക്കുക. അപ്പൊ കോളിന്റെ പല രൂപാന്തരങ്ങളാണ് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എത്രത്തോളം കാർബൺ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഇതിനകത്ത് ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ ഒരു രൂപമാണ് പീറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും കുറവ് കാർബൺ. എന്നാൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപാന്തരം, ഏറ്റവും കൂടുതൽ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൽക്കരിയുടെ രൂപമാണ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. അതും ചോദിച്ചു കാണുന്നുണ്ട്, ബിറ്റുമിനസ്. അത് തെറ്റിക്കരുത്, ഈ 3 കാര്യങ്ങൾ. ഇനി ഏറ്റവും കൂടുതൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. കൽക്കരി ഉൽപാദനത്തിൽ ജാർഖണ്ഡ് ആണ്. എവിടെയാണ്? ജാർഖണ്ഡ് ആണ്. കൂട്ടത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോൾ മൈൻ നാഷണലൈസേഷൻ ദേശസാൽക്കരണം നടന്ന വർഷം അല്ലെങ്കിൽ ആക്ട് വന്ന വർഷം 1973. എന്താണ്? കോൾ മൈൻസ് നാഷണലൈസേഷൻ ആക്ട് നിലവിൽ വന്നത് 1973. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കറിയാം പെട്രോളിയത്തിന്റെ കൂടെ തന്നെ ഖനനം ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രകൃതി വാതകങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വാതകങ്ങളാണ് CNG, അല്ലെ? എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീഥൈൻ ആണ് CNG LNGക്കകത്തെ പ്രധാന ഘടകങ്ങൾ. കൂട്ടത്തിൽ തന്നെ LPGയെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ? അപ്പൊ LPG എന്താണ്? പെട്രോളിയത്തെ സ്വേദനം നടത്തുമ്പോൾ കിട്ടുന്ന, എന്താണ്? പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന മണമില്ലാത്ത തരത്തിലുള്ള ഒരു വാതകമാണ് നമ്മുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അഥവാ നമ്മുടെ വീടുകളിലൊക്കെ സിലിണ്ടറിൽ ഇരിക്കുന്ന ഗ്യാസ്. LPGയുടെ മുഖ്യ ഘടകം തെറ്റിപ്പോവരുത്, ബ്യൂട്ടൈനും CNG LNG മീഥൈനുമാണ്, തെറ്റിപ്പോവരുത്. ബ്യൂട്ടൈൻ ആണ് LPGയുടെ പ്രധാന ഘടകം. ഈ സിലിണ്ടറുകളിൽ നിറച്ച് നമ്മുടെ വീടുകളിൽ എത്തുന്നതിനകത്ത് എത്ര LPG ഉണ്ട് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 14.2 കിലോഗ്രാം ആണ് നമ്മുടെ സിലിണ്ടറുകളിലുള്ള LPGയുടെ അളവെന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇത് ചോർന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നത്? പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ LPG വാതക ചോർച്ച തടയാനായിട്ട് ഒരു സാധനം ഇതിന്റെ കൂടെ കലർത്തും. ആ സാധനത്തിന്റെ പേരൂടെ പഠിച്ചു വയ്ക്കുക. ഈഥൈൽ മെർ ക്യാപ്റ്റൻ ആണ്. എന്തെന്ന് പറയുന്നത്? ഈഥൈൽ മെർ ക്യാപ്റ്റൻ ആണ് LPG വാതക ചോർച്ച തടയാൻ വേണ്ടിയിട്ട് കലർത്തുന്ന മറ്റൊരു രാസവസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ കാരണം ഇതെപ്പോഴും റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, ഇത്രയും അല്ല
നമുക്കറിയാം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വൈസ് ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയം ലിമിറ്റഡ് ആയതുകൊണ്ടും പിന്നെ 20 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് നമുക്ക് പലപ്പോഴും അറിയാം നമ്മുടെ ഒരു സ്റ്റഡി റുട്ടീൻ വെച്ചിട്ട് 20 മിനിറ്റിൽ കൂടുതലൊന്നും നമുക്ക് ഒരു കാര്യത്തിനോടും ഫുള്ളി ഇതായിട്ടിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് 20-നകത്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കൂട്ടത്തിൽ തന്നെ ഡേറ്റ, വൈഫൈ ഒന്നും ഇല്ലാത്ത ഒരുപാട് വീട്ടമ്മമാരും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമാണ്. അപ്പോൾ വൈഫൈ ഒന്നും ഇല്ലാത്തവർക്ക് മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് ഡേറ്റ പെട്ടെന്ന് തീർന്നു പോയില്ലേ, അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നല്ല നല്ല ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് മാത്രം കിട്ടുമല്ലോ. വലിച്ചു വരെ അതുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്. അപ്പം വേണമെങ്കിൽ ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.